അങ്ങനെ നമ്മുടെ പാലക്കാടൻ ബിരിയാണി റെഡി. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് അച്ചുമ്മു ഫാമിലിയിൽ നമ്മുടെ ഒരു പാലക്കാടൻ ബിരിയാണിയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ അച്ചുമ്മു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളതാ ഒരു ബിരിയാണി പാത്രം വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ചു, കുറച്ച് സൺഫ്ലവർ ഓയിൽ അത് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരട്ടെ. അത് ചൂടായി വന്നപ്പോൾ നമ്മൾ ഏലക്ക, പട്ട, തക്കോലം അങ്ങനെ ബിരിയാണിയിൽ ചേർക്കുന്ന എല്ലാ ഐറ്റംസും അതതിലിട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് പൊട്ടി വന്നപ്പോൾ സവാള, നമ്മളൊരു അത്യാവശ്യം ഒരു 5-8 സവാള എടുത്തിട്ടുണ്ടായിരുന്നു, മീഡിയം സൈസിൽ. നമ്മുടെ ആവശ്യത്തിനുള്ള സവാള അതിലേക്ക് ഇട്ടു. ഇനി സവാള നന്നായി ഒന്ന് മിക്സ് ചെയ്തു, ഒന്ന് വാടി വരട്ടെ. അത്യാവശ്യം നന്നായി വാടി വന്ന ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് പുതിന, നമ്മുടെ ഈ പാലക്കാടൻ ബിരിയാണിക്കൊരു പ്രത്യേകത ഉണ്ട്. എന്തെന്നറിയാം, അതിൽ കൂടുതൽ പുതിനയാണ് നമ്മൾ ചേർക്കുക. അങ്ങനെ കുറച്ചധികം പുതിന ഇട്ടിട്ടുണ്ട്. ഇനി അത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. തക്കാളി ഒരു 6 തക്കാളി ചെറിയ ഇതിൽ കട്ട് ചെയ്തിട്ട്. ഇനി അതൊന്ന് നന്നായി വഴന്ന് വരുമ്പോൾ അതൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് ഒരു 2 മാഗി ക്യൂബ് നന്നായി പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. മാഗി ക്യൂബ് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. നന്നായി മിക്സ് ചെയ്ത് അതിങ്ങനെ നന്നായി വാടി ഇങ്ങനെ വരുമ്പോൾ നല്ല സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള പൊടികൾ, അതായത് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്തത്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി എല്ലാ ഐറ്റംസും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കനും ഇട്ടിട്ടുണ്ട്. അതിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം അങ്ങനെ കുറച്ച് ചുടുവെള്ളം, അതായത് നമുക്ക് ചട്ടിയൊന്നും അടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. ചിക്കൻ വേകുമ്പോൾ വെള്ളം അതൊന്ന് ഇറങ്ങും. അങ്ങനെ ചിക്കനൊന്ന് ആവി കയറിയപ്പോൾ നമ്മളത് കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നന്നായി ആവി വരുന്നു, ചിക്കൻ ഇങ്ങനെ വെന്ത് വരുന്നു. ഇനി നമ്മുടെ അടുത്ത പരിപാടി ബിരിയാണി അരി കഴുകി വെച്ചിരുന്നു. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബർക്കത്ത് പറയുന്നൊരു അരിയുണ്ട്, അതാണ്. അങ്ങനെ അത് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്യുക. എപ്പോഴാണ് എല്ലാ മസാലയും ചിക്കനും എല്ലാം നമ്മുടെ അരിയിൽ ഉപ്പും എല്ലാം പിടിക്കണമല്ലോ. അപ്പോൾ അത് അതിൽ നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അളന്ന് വെച്ച വെള്ളമാണ്,
അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അരി വേവുന്നതിന് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാൻ വെച്ചിട്ടാണ്. ഇപ്പം നമ്മൾ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തു. ഇനി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഉപ്പിട്ടിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇടയിൽ പറയാൻ വിട്ടുപോയതാണ്. അങ്ങനെ നമ്മുടെ ബിരിയാണിക്ക് സൈഡായി കൂട്ടാൻ നമ്മളൊരു അടിപൊളി കച്ചമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. സവാള എടുത്തിട്ടുണ്ട്, മറ്റേ നമ്മുടെ ക്യാരറ്റ് ഉണ്ട്, മറ്റേ കക്കരിക്ക ഉണ്ട്, എല്ലാം കൂടി മിക്സ് ചെയ്ത് തൈര് ഒഴിച്ചു. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇതാ വെള്ളമെല്ലാം വറ്റി പാകമായി വരുന്നു. അപ്പോൾ നമ്മൾ ബാക്കി എടുത്ത് വെച്ച കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു, അതതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി മല്ലിയില, അത്യാവശ്യം നന്നായി മല്ലിയില ഇട്ട് കുറച്ച് ഗരം മസാലപ്പൊടി അതൊന്നും ഇങ്ങനെ വെതറി കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ബിരിയാണിയുടെ സ്മെല്ല് നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അതും കൂടി മുകളിൽ തൂവി കൊടുത്ത് നന്നായി ഒന്നും കൂടി അടച്ച് വെച്ചു. ഇപ്പോൾ നമ്മുടെ ബിരിയാണി തുറന്ന് നോക്കി, അടിപൊളി കളറ്, അടിപൊളി സ്മെല്ല്, എല്ലാം അതാ സൂപ്പറായിട്ടിട്ട് നമ്മുടെ ബിരിയാണി അടിപൊളി. എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നമ്മളുടെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കി അതിൻ്റെ കമൻറ്റിൽ എല്ലാവരും ഒന്ന് അറിയിക്കുക.